പത്രത്തിൽ ചാനലിലും ഇതിലൊക്കെ കണ്ടപ്പോ എനിക്കെന്നെ അത്ഭുതം എന്താ സംഭവിച്ചത്. ഇന്ന് രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോൾ ദേശാഭിമാനി വലിയ വാർത്തയാണ്, മറ്റു പത്രങ്ങളിലൊക്കെ വാർത്തയാണ്. എന്നാൽ അങ്ങനെ ഞാൻ ഇന്നലെ 12:30 മണി മുതൽ ഞാൻ അവിടെയുണ്ട്. അവിടെ പല ഭാഗങ്ങളിൽ നിന്നായി ഈ ഇളനിര വരവ് വരികയാണ്. ഒരുപാട് സംഘങ്ങളുണ്ട് പല പ്രദേശങ്ങളിൽ. അതിന്റെ ഒരു ആചാരാനുഷ്ഠാനമൊക്കെ അങ്ങനെയാണ്. അപ്പൊ എന്നോട് അവിടുത്തെ UDFന്റെ പ്രവർത്തകന്മാർ പറഞ്ഞു മിക്കവാറും വരുന്ന ജാഥയൊക്കെ റോട്ടിൽ വെച്ച് സ്വീകരിക്കണം. അങ്ങനെ റോട്ടിൽ വെച്ച് തന്നെ സ്വീകരിച്ചു പല സംഘങ്ങൾ. അത് കഴിഞ്ഞ് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ ഇവിടുന്ന് ഓടിക്കലത്തി എന്റെ വണ്ടി വന്നു എന്റെ മുന്നിൽ കയറി. അപ്പോ എല്ലാരും പറഞ്ഞല്ല ഞാൻ പറഞ്ഞ മുന്നിലൊന്നും പോണ്ട, ഒരു ഫോട്ടോ. ഇതിപ്പോ ഫോട്ടൊന്നും വിളിച്ചിരുന്നില്ല, ചോദിക്കല്ലേ ചെയ്യുന്നുണ്ട് നമ്മൾ, ഒന്ന് ആളുകളെ കാണുന്നത്. അതുകൊണ്ട് പോട്ടെ, നമുക്ക് തിരക്കൊന്നുമില്ല. അങ്ങനെ അയാളിങ്ങനെ കൈയൊക്കെ കാണിച്ച് പോയി. ഞാൻ ഏതാണ്ട് എന്റെ ഈ 3ാമത്തെ ടേമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലൊരു സ്വീകാര്യത എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കാണ്. യുവാക്കളും പെൺകുട്ടികളും സ്ത്രീകളും അമ്മമാരും ഒക്കെ വന്ന് വലയം ചെയ്ത് ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. പിന്നെ എന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ പറയാം. അത് നിങ്ങൾ ഇപ്രാവശ്യം എന്തായിരുന്നാലും ഞങ്ങളെ ജയിപ്പിക്കും, ഒരു സംശയം വേണമെന്നൊക്കെ ഇങ്ങനെ. ഞാൻ അങ്ങനെ ഒരു 3:15 മണി വരെ 2:30 മണി ആയപ്പോഴാണ് ഞാൻ നോക്കുമ്പോ 1 തൊട്ട് മഷപ്പെടുത്തുന്നത് ഭക്ഷണം കഴിച്ച് വരിക. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ആൾക്കൂട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പൊ അദ്ദേഹം എന്നെ കാണുന്നത് കൈയൊക്കെ കൊടുത്ത് വളരെ സന്തോഷത്തിൽ പിരിഞ്ഞു പോയി. പിന്നെയാണ് ഈ വാർത്തയൊക്കെ കേൾക്കുന്നുണ്ടോ ഈ വരുമ്പോ താഴെ ഒരു ക്യാമറാമാൻ ഇത് ഇതപ്പണ്ട ഒരു ചെറിയ നിസ്സാരമായ പ്രശ്നം എന്തോ ഉണ്ടായി. നിങ്ങൾ ആലോചിക്കേണ്ട, മണിയൂരിൽ നിന്ന് ഒരു CPMന്റെ MLA തല്ലി അല്ലെങ്കിൽ ആക്രമിച്ചാൽ ഞാൻ അവിടെ ഉണ്ടല്ലോ, എന്നെ വെറുതെ വിടുവോ? വിടുവോ? ഞാനുണ്ടല്ലോ അവിടെ സ്പോട്ടിൽ. ഒരു ഇലയാനെന്ന ശബ്ദം പോലും ഉണ്ടായിട്ടില്ല. ഇതൊരു കാരണം ഈ സ്വീകാര്യത കണ്ടപ്പോഴുള്ള വിരളിയാണ്. കാരണം ഈ സ്വീകാര്യത മുഴുവൻ CPM അണികളിൽ നിന്നുണ്ടാവുന്നതാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. അതൊരു ഭരണവിരുദ്ധ തരംഗം തന്നെ ആഞ്ഞു വീശുന്ന രൂപത്തിലുള്ള ഒരു സംഗതി അവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും. അതിപ്പോ പോകുമ്പോഴൊക്കെ മനസ്സിലാവും. അപ്പൊ ഇത് കാണുമ്പോ അത് നേരത്തെ പറഞ്ഞതുപോലെ ഷാഫിയുടെ തെരഞ്ഞെടുപ്പിൽ ഇതേ അവസ്ഥയാണ്. ആദ്യം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് സാധാരണ നമ്മള് വടകര പിന്നെ താലൂക്കിലായാലും കുറ്റ്യാടിയിലേതായാലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പായാലും ഈ പ്രാദേശികമായി നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ CPM നമുക്കെതിരെ പരാതി പറയാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമല്ല. സാധാരണ നമ്മളാണ് ഈ അടിയും കുത്തൊക്കെ കൊണ്ട് തൽക്കാലം സമാധാനിച്ച് പോകുന്ന ആളുകൾ നമ്മളില്ലേ. അങ്ങനെയല്ലേ സാധാരണ ഇത് സ്വഭാവത. ഇപ്പൊ അവർ എന്താ നമ്മളെ തല്ലിയിട്ടോ വല്ല വേറും അവർക്കൊരു ഭയമാണ്, പേടിയാണ്. അപ്പൊ അവരുടെ പൊന്നാപുരം കോട്ടയിൽ വെച്ച് അവരെ മർദ്ദിച്ചു എന്ന് വാർത്ത വരുത്തിയാൽ അതിന്റെ ക്ഷീണാർക്കാൻ അതൊരു വലിയ ക്ഷീണ അവർക്കുണ്ടാക്കുന്നതാണ്, വലിയ ക്ഷീണം. അപ്പൊ ഇവരിങ്ങനെ വലിയ തന്ത്രം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണേണ്ടത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടെ വലിയ തോൽവിയാണ് കേരളക്കരയിൽ ഉണ്ടായിട്ടുള്ളത്. പഞ്ചായത്തിൽ ഒരിക്കലും നമുക്ക് ഭൂരിപക്ഷം കിട്ടാറില്ല. ലോക്സഭയിൽ വേണമെങ്കിൽ പറയാം നമുക്കിവിടെ എപ്പോഴും 3-4 ടേമായി ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടാകാറില്ല. അത് സൂചിപ്പിക്കുന്നത് ഗ്രാസ് റൂട്ടിൽ ഇവർക്കെതിരെ വലിയ വിചാരമുണ്ട് എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഒരു വലിയ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഏത് വിധേനയും ഇത് പിടിച്ചെടുക്കാൻ എന്ത് നെറികെട്ട മാർഗം ഉപയോഗിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അത് മനസ്സിലാക്കി നമ്മളൊന്നും ചെയ്യണ്ട, ജനം നമ്മളൊപ്പം നമ്മളൊന്ന് ജാഗ്രത കാണിച്ചാൽ നമ്മളൊന്ന് ഒരു 10-14 ആകപ്പാടെ ഇന്നിപ്പോ 22